അപ്പോൾ ഇത് നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പല ഡിപ്പ് വേണം ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് ഇല്ലേ, അതാട്ടോ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് ഇതിൻ്റെ കുത്തിയിട്ട് കഴിച്ചു നോക്കാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ മുല്ല ഈ സംഭവം കാണുമ്പോൾ അങ്ങനെ തോന്നില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ? നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. കോണ് കിട്ടുമ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോയി ഇപ്പം വന്ന് കാട്ടുള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പൂതി. കോണ് ഫ്രൈ ചെയ്തിട്ട് റെസിപ്പി ഇല്ലേ, നല്ല മുല്ലമുട്ട് പോലെ എന്താ പറയുക, മുല്ലിൻ്റെ മുട്ടില്ലേ, ഏകദേശം അങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അത് ഉണ്ടാക്കാൻ. അപ്പോൾ കുട്ടികളെല്ലാം വേഗം കിടത്തി ഉറക്കിയിട്ട് നമ്മൾ വന്നിരിക്കുന്നു. എന്തുണ്ടാക്കാനേ, ഞാനിപ്പോൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. പേരുണ്ടോയെന്ന് ചോദിച്ചാൽ പേര് പറയുമോ? കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ടാവുന്നതാണ് അതിമ കണ്ടത്. കട്ട് ചെയ്യട്ടെ എന്തായാലും. എന്നിട്ട് വരാം. വിചാരിച്ച പോലെ ഒന്നല്ല, കുറച്ച് പാടുണ്ട്. ഒരാളെ സഹായം ഉണ്ടെങ്കിൽ വേഗം കഴിക്കും. പക്ഷെ ഇവിടെ സഹായിക്കാൻ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇത് മുറിക്കണം. പഠിച്ചോനെ, ഇങ്ങനെ മുറിക്കുകയാണെങ്കിലും ഈ കോണില്ലേ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കാനും പറ്റും കേട്ടോ. ഒരു ഈസി മെത്തേഡ് കേട്ടോ. ഇതിൻ്റെ വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതിലമ്മ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ എടുക്കേണ്ടതെന്ന്. രണ്ടും എല്ലാം ഒരുമിച്ച് വന്ന രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് മുറിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടുത്തില്ല. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്യുക. ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് മസാല ഇല്ല അതും കൂടി ഇടാം കേട്ടോ. പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. എന്നിട്ട് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുല്ലമുട്ട് പോലെ ഇങ്ങനെ വിടർന്ന് വരും. നല്ല രസം കേട്ടോ കാണാൻ. അപ്പോൾ നാളെ തന്നെ അടുത്ത റെസിപ്പീസായിട്ട് വരുന്നവരെ ബൈ ബൈ.